പിന്നെ അന്ന് ഒരു മറുപടി പറഞ്ഞ കൂട്ടത്തില് ഹാജറ റളിയല്ലാഹു അതേ ആയിഷയാണെന്ന് മലക്കിനോട് ജിബ്രീലിനോട് എന്തോ സഹായം തേടി അവിടെ സാന്നിധ്യം അങ്ങനെ സംഗതി പറഞ്ഞായിരുന്നല്ലോ. അതെന്താണ് ആ സംഭവം? അത് എന്നോട് ഇന്ന് രാവിലെ എന്നോട് വിളിച്ച് ചോദിച്ചു. വൈകുന്നേരം നമ്മൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ചോദിച്ചു ആ സംഭവം. അതെന്ന് വെച്ചാൽ ഒന്നല്ല സഹായം തേടുന്നല്ല. അതെന്ന് വെച്ചാലേ സഫാ മറുവക്കിടയിൽ പോയില്ല അവര്. മറ്റേ ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ട്. അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെട്ടുപോയി കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേട്ട്. അപ്പൊ ആരാന്ന് ചോദിച്ചു. ജിബ്രീലാന്ന് പറഞ്ഞു. അപ്പൊ ഫൈസ് ഇൻകുന്ത എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. അത് നീ എന്നെ സഹായിക്കും, നിന്റെ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുന്നു പറഞ്ഞു. ആരെ? അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് മാന്തി കൊടുത്തു സംസമിന്റെ ആ ഭാഗേ. അപ്പൊ എന്ന് വെച്ചാൽ ഇതിപ്പോ മുന്നിൽ ഒരു മലക്ക് എന്തെങ്കിലും എന്നെ സഹായിക്കുന്നു പറയണ ഒരു തെറ്റൊന്നുമില്ല. വഴിയെ പോണടിക്ക് വഴിയെ മൊയ്തീൻ ഷെയ്ഖ് റോഡായിട്ടുണ്ടെങ്കിലേ എന്തെന്ത് ചെയ്യേ എന്നെ സഹായിക്കാവോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ലല്ലോ അത് അത് ആ രൂപത്തിലാണ്. അപ്പൊ അത് ശിർക്കല്ലാന്നാ പറഞ്ഞത്. അതുപോലെ ഇപ്പൊ ഒരാൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. അത് ഷൗക്കാനി പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണാത്ത ഒരാള് അയാളോട് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അയാളോട് സഹായം തേടുന്നതിൽ എന്തില്ല, തെറ്റില്ല. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് തെറ്റില്ലല്ലോ. ശബ്ദം കേൾക്കണ ഒരു അവസ്ഥയിലല്ലേ നിങ്ങളുള്ളത്. അപ്പൊ ഈ അവസ്ഥ നിങ്ങളോട് 10 രൂപ ചോദിച്ചാൽ എന്തില്ല, തെറ്റല്ല. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നതുകൊണ്ട് ഒരാളോട് സംസാരിക്കൽ എന്തല്ല, തെറ്റല്ല. അതിന് ഒരു മലക്കാണെങ്കിൽ തന്നെ മലക്കോട് നിൽക്കുന്നുണ്ട്, മലക്കോട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മലക്കോട് സംസാരിച്ചാൽ അതിലെന്തില്ല, തെറ്റില്ല. അതിപ്പോ ഹാജറ ബീവി സംസാരിച്ചു. അതുപോലെ പ്രവാചകന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അല്ല, പക്ഷെ മലക്കിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. മലക്കിനെ കാണാതെയും സംസാരിക്കും. മലക്കോട് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലും സംസാരിച്ചൂടെ? ഹാജറയുടെ സംഭവത്തിൽ അവരിങ്ങനെ ശബ്ദം കേട്ടപ്പോ നിങ്ങൾ ആരാണ് അവര് സംസാരിച്ചിട്ടുണ്ട്. അതന്നെ പറഞ്ഞത്. അവര് സംസാരിച്ചിട്ടുണ്ട്. അത് ചെറുക്കല്ല. അപ്പൊ അവർ ചോദിക്കുന്നത് എന്നോടൊരാൾ ചോദിച്ചപ്പോ കബറിൽ കിടക്കുന്ന ഒരു വ്യക്തി, പിന്നെ അദ്ദേഹം പിന്നെ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ വെച്ച് വിളിച്ച് ചോദിച്ചുകൂടാനാണ് ചോദിക്കുന്നത്. അതെന്ന് വെച്ചാൽ 2 തരത്തിലുണ്ട്. ഒന്ന് വെച്ചാല് കബറിൽ കിടക്കുന്ന ഒരാൾ എന്താ ചെയ്തേരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അയാളോട് ചോദിക്കാൻ പറ്റൂല. രണ്ടെന്ന് വെച്ചാല് രണ്ടാമതൊരു കാര്യം, ഈ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയമാണ്. ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അതിപ്പോ ഹിദായത്ത് കഥ യാ ജിബ്രീൽ എനിക്ക് ഹിദായത്ത് തരണേ ഹിദിനി ജിബ്രീൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ പാടില്ല. യാ മീകായിൽ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുപോലെ യാ ഇസ്രായേൽ എന്റെ രോഗം മാറ്റിത്താന്ന് പറയാൻ പറ്റൂല. മനസ്സിലായല്ലോ? അത് ചോദിക്കേണ്ട കാര്യം എന്താണെന്നുണ്ട് വിഷയം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു പടപ്പിനോട് ചോദിക്കാൻ. അത് പ്രാർത്ഥന എന്നാണ്. അപ്പൊ പിന്നെ ഇവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വരണം. അവർക്ക് അവരുടെ കഴിവിനപ്പുറത്ത് പോവുകയാണ്. ആ കാര്യങ്ങൾ അള്ളാഹ് ചെയ്യണ പോലെ ഒരു ചെയ്യുമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹ് കാണുന്നവരെ കാണുന്ന അതൊക്കെ ശരിക്ക് തന്നെയാണ്. മാത്രമല്ല ഒരു സ്ഥലത്ത് ഈ മലക്കുണ്ടോ നമുക്ക് ഉറപ്പില്ല, നമുക്ക് ഒരു ബോധ്യവും ഇല്ല, ഒരു അറിവും ഇല്ല. ആ സ്ഥലത്ത് നിന്നിട്ട് പിന്നെ യാ മലായിക്ക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും പറ്റില്ല. യാ അർവാഹൽ മലായിക്ക അല്ലെങ്കിൽ യാ അർവാഹ് ഇങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഹാജറ ബീവി വെറുതെ യാ ജിബ്രീൽ വിളിച്ചില്ലല്ലോ. കേട്ട് ആരാന്ന് ജിബ്രീലാന്ന് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും സഹായിക്കും. അത്രേ പറഞ്ഞുള്ളൂ. അതിപ്പോ ശബ്ദം കേൾക്കുന്ന പരിധി ഒരാൾ വന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം പോലെ മനുഷ്യന്മാരോട് പറയുന്ന പോലെ തന്നെ. അത്രേ ഉള്ളൂ. പിന്നെ അന്ന് രാത്രി ബൈലക്സിന് വലിയ ചർച്ച കൊണ്ടുവരുന്ന ഇതിനെ കുറിച്ച് അന്ന് ഈ സംവാദം കഴിഞ്ഞല്ല മുഖാമുഖം കഴിഞ്ഞ ശേഷം ബൈലക്സിനെ കുറിച്ചൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടു. നീ കാണാൻ കഴിഞ്ഞില്ല ഈ മുഖാമുഖത്തിനെ കുറിച്ച് ചർച്ച ഉണ്ടെന്നോ അങ്ങനെ. ഈ അതിൽ പറഞ്ഞ അതില് പിന്നെ ഈ നമ്മുടെ ഈ സ്ത്രീ പള്ളി പ്രവേശന ശോന സഞ്ചാരത്തോട് ഭൂമിച്ചതിനെ ഭയങ്കര ശക്തമായിട്ട് ആളുകൾ വിമർശിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ശോനം പട്ടി പള്ളി പോകുന്നത് പോലെയാണ് പട്ടി ബൈലക്സിൽ അതിനെ കുറിച്ച് അതിനെ ബാധിച്ച് ശക്തമായിട്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചോണ്ടേ അന്ന് രാത്രി ചർച്ച ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, എന്റെ ഒരാളെ ഇങ്ങനെ പറഞ്ഞത്. അന്ന് യാത്രയൊക്കെ സുഖമായിരുന്നാ?
പ്രതികരണം നല്ല പ്രതികരണമാണ്. പിന്നെ നമ്മുടെ മജീദ് സലാഹിയുടെ ഒരു വിഷയാവതരണത്തെ കുറിച്ച് നമ്മുടെ ചില ആളുകൾക്ക് തന്നെ ഒരു എന്താ പറയാ അതെന്ന് വെച്ചാൽ മൂപ്പര് അവതരിപ്പിച്ചാണ് അതിനകത്ത് ഒരു കാര്യത്തെ എടുക്കില്ല മൂപ്പര്. അത് രാഷ്ട്രീയ പ്രസംഗം പോലെ ആയിക്കഴിഞ്ഞു. മൗദൂദിയുടെ പേരെടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മൗദൂദിയുടെ പേരെടുത്ത് പറഞ്ഞു എന്നോട് ആള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ മതരാഷ്ട്രവാദം പറയുന്ന മൗദൂദി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഒരിക്കലും. അത് ഞാൻ മറുപടി പറഞ്ഞു. അത് ചില നമ്മുടെ കുറെ പിള്ളേരെ ഇങ്ങനെ കുറെ ഏറ്റുപിടിച്ച് അതങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു. അതിപ്പം പലരും പല കോലത്തിലാണല്ലോ. അങ്ങനൊരു അഭിപ്രായം മാത്രമേ വന്നിട്ടുള്ളൂ. ശരി നോക്കാം.